ഇപ്പോൾ നോർമലി ഇപ്പോൾ IT മേഖലകൾ പറഞ്ഞു ഭയങ്കര ബൂമിംഗ് ആയിട്ടുള്ളൊരു മേഖലയാണ്. ഇപ്പോൾ IT മേഖല കമ്പാരിറ്റീവ്ലി ഭയങ്കര ഡൗൺ ആണ്. അത് ഡൗൺ എന്ന് പറയാൻ പറ്റില്ല. AI-ൻ്റെ ഒരു വരവോട് കൂടിയിട്ട് ആളുകളുടെ ജോലി സാധ്യതയും കാര്യങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി ഭയങ്കരമായിട്ട് കുറഞ്ഞു. അത് സത്യമാണ്. ഈ സെയിൽസിന് ശരിക്ക് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ശരിക്ക് റിയൽ ലൈഫിലുണ്ടോ? സെയിൽസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിന് ഒഴിവാക്കാൻ പറ്റാത്ത ഫംഗ്ഷനാണ്. മാത്രമല്ല ഒരു ബിസിനസ്സിൻ്റെ ലൈഫ് ബ്ലഡ് എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ ആണ്. ക്യാഷ് ഫ്ലോ കൊണ്ടുവരുന്നത് സെയിൽസ് ആണ്. ബേസിക്കലി സെയിൽസ് ആണ്. സെയിൽസ് ഇല്ലെങ്കിൽ ബിസിനസ് ഇല്ല. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ബിസിനസ് ഞാനിത് സ്റ്റാർട്ട് ചെയ്ത സമയത്തും നമുക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ചാലഞ്ചും സെയിൽസ് ആയിരുന്നു. ഇനീഷ്യലി സെയിൽസ് ആയിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് സെയിൽസിനെ കുറിച്ചൊരു ധാരണ ഇല്ലാത്ത സ്റ്റേജിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മളെ പ്രോഗ്രാംസ് ഒക്കെ സെല് ചെയ്യാൻ ഞാൻ തന്നെ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഒരു 10% ഒക്കെ കൺവേർഷൻ റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് എങ്ങനെ ഈ ഒരു ചാലഞ്ച് ടാക്കിൾ ചെയ്യാമെന്നുള്ളതിലാണ് സെയിൽസിൻ്റെ മേഖലയിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇറങ്ങുന്നത്. അങ്ങനെ ഹൈ ടിക്കറ്റ് സ്പേസിൽ നല്ല ഇതിന് ക്ലോസസുമായിട്ട് ഒരു കണക്ട് ഉണ്ടാക്കി അവരുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടാണ് ഇതിലേക്ക് വരുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും നമ്പർ 1 സെയിൽസ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് കോൾ ഗോഡോൺ, ജെർമി മൈനർ, അതുപോലെ റസൽ ബ്രൺസൺ ഇങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ ഇതിൽ കോൾഗോഡോണിൻ്റെ പ്രോഗ്രാമിൽ എൻറോൾ ചെയ്തിട്ടാണ് ഞാനിത് പഠിക്കുന്നത്. പഠിച്ചതിന് ശേഷം അൽഹംദുലില്ലാ നമുക്ക് 10% കൺവേർഷൻ റേറ്റ് ഉണ്ടായിരുന്നത് ഒരു 45%ലേക്ക് എൻ്റെ ഫസ്റ്റ് പ്രോഗ്രാമിൽ തന്നെ നമുക്കത് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ടീം ഞാൻ ക്ലോസ് ചെയ്യുന്നത് എനിക്ക് 50 to 75% കൺവേർഷൻ റേറ്റ് ആണ്. കൺവേർഷൻ റേഷ്യോ ഗ്രോ ആയി, കുറച്ചും കൂടെ കൂടി. അതെ, വളരെയധികം ഇൻക്രീസ് ചെയ്തു. നമുക്ക് 10% ഒരു 10 ആളോട് സംസാരിച്ചാൽ ഒരാൾ കൺവിൻസ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് 10 ആളോട് സംസാരിച്ചാൽ 50 to 75 എന്ന് പറയുമ്പോൾ ഭയങ്കര കൺവേർഷൻ റേറ്റാണ്. മാത്രമല്ല നമ്മളുടെ ഓഡിയൻസ്, നമ്മളുടെ സ്റ്റാഫിന് അത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അതായത് ഞാൻ ചെയ്തതുകൊണ്ട് മാത്രം ബിസിനസ് വളരില്ലല്ലോ. നമ്മളെ സ്റ്റാഫിനും ഇതേ കൺവേർഷൻ റേറ്റ് ഹൈ ടിക്കറ്റ് സെയിൽസിൻ്റെ മെത്തഡോളജി യൂസ് ചെയ്തിട്ട് നമുക്ക് ആ കൺവേർഷൻ റേറ്റ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്.